ഹലോ, നമസ്കാരം. നമുക്ക് എങ്ങനെയാണ് ഒരു ഫോർട്ടിനെറ്റ് ഫയർവാൾ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ ഫോർട്ടി ക്ലൗഡ് കയറി ലോഗിൻ ചെയ്യുക. ഓൾറെഡി അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുക. അതിൻ്റെ തൊട്ട് ഡിവൈസസിനെ ആഡ് ചെയ്ത് വെച്ച് ഡിവൈസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഫോർട്ടിനെറ്റിൻ്റെ ലോക്കൽ ലോഗിങ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അഡ്മിൻ എൻ്റെ പാസ്വേഡ് അടിക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ കണ്ടോ, ഇവിടെ ലൈസൻസ്, ഫേംവെയർ, IPS, ആൻറ്റിവൈറസ് ഒക്കെ എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക, അതിലോട്ട് ലൈസൻസ് ലോഡ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മൈ അസറ്റ് എടുത്തിട്ട് പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റ് ചൂസ് ചെയ്യുക, രജിസ്റ്റർ ചൂസ് ചെയ്യുക. ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേമാതിരി ഒരു PDF അയച്ചു തരും. അതിൽ കോൺട്രാക്ട് രജിസ്ട്രേഷൻ കോഡ് കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. നോൺ ഗവൺമെൻറ് യൂസർ ആയതുകൊണ്ട് അത് ചൂസ് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു, ഡിവൈസ് സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ്, അക്സെപ്റ്റ്, നെക്സ്റ്റ്. അതിനുശേഷം നമ്മൾ ഫോർട്ടിനെറ്റ് ഫയർവാളിൽ അഗെയിൻ പോയി നോക്കുക. അപ്പോൾ അതിനു മുമ്പ് നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യുന്നു. അവിടെ ലൈസൻസ് അപ്ലൈ ചെയ്തിട്ട് കാണിക്കും ഇതിൻ്റെ ഡ്യൂറേഷൻ, ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണെന്നുള്ള ഡേറ്റ്. 2026 വരെയുള്ള ഡേറ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ 1 ഇയർ ലൈസൻസാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഫോർട്ടിനെറ്റ് ഫയർവാളിൻ്റെ ഇതിൽ നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ഇത് വരുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ആക്ടിവിറ്റി. അപ് ടു 24 hours വരെ എടുക്കാറുണ്ട്. ചില സമയത്ത് പെട്ടെന്ന് വരും കേട്ടോ. ഇവിടെ നിന്നും ആ കീ അഴിച്ചു കൊടുത്ത് അങ്ങനെയും ചെയ്യാം. പക്ഷെ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തതുകൊണ്ട് കണ്ടോ, ഓൾറെഡി നമ്മൾ 40 ക്ലൗഡിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ആണെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ബാക്കപ്പ് എടുത്ത് വെക്കാം. കോൺഫിഗറേഷൻസ് നമുക്ക് ബാക്കപ്പ് എടുക്കുന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് ബാക്കപ്പ് എന്ന് കൊടുത്താൽ മതി. ശേഷം ഫോർട്ടിനെറ്റ് ഫയർവാളിനെ ഒന്ന് റീബൂട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്തുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഞാൻ പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഭാഗം. അഡ്മിൻ പാസ്വേഡ് അടിക്കുന്നു, ഓക്കെ അടിക്കുക. കണ്ടോ, നമ്മുടെ ലൈസൻസ് ഇൻഫർമേഷൻ, സപ്പോർട്ട്, ഫേംവെയർ, IPS, ലൈസൻസ് ഒന്ന് കാണിക്കണ്ടോ, ഏത് ദിവസം വരെയാണ് ലൈസൻസ്, ഫിൽറ്ററിങ് ഒക്കെ അതിനകത്തുണ്ട്. ഓക്കെ, 1 ഇയറിലോട്ട് നമ്മൾ പ്രോഡക്റ്റിന് ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്തു. ഞാൻ ഒന്നും കൂടെ ഫയർവാൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. അഗൈൻ ഒന്നും കൂടെ ലോക്കൽ ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, ബിഗിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ഫേംവെയർ അപ്ഡേറ്റ് പെൻഡിങ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫേംവെയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ കൊടുക്കുക. അതുകൊണ്ട് ഫേംവെയർ എന്ന് പറഞ്ഞ ടാബ് വരും. ജസ്റ്റ് അവിടെ ബാക്കപ്പ് ചെയ്തിട്ട് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് ഒന്ന് ബാക്കപ്പ് എടുത്ത് വെച്ചു. അതിനുശേഷം ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ശരിക്കും പറഞ്ഞാൽ ഫേംവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർവാളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. കുറച്ച് സമയം എടുക്കും, ഡൗൺലോഡ് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തിട്ടാണ് അത് റീസ്റ്റാർട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ റീബൂട്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേർഷൻ മാറിയിട്ടുണ്ടാവും. ഇനി ഞാൻ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ടൊക്കെ ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്തു. കണ്ടോ, ഇനിയും താഴോട്ട് കുറേ ഫേംവെയറുകൾ അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. 7.0 ഉണ്ട്, 7.2 ഉണ്ട്, 7.4 ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു. 7.07 ഞാൻ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഫേംവെയറിനെ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുക. ജസ്റ്റ് ബാക്കപ്പ്, കോൺഫിഗറേഷൻ ബാക്കപ്പ് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെയാണ്. കണ്ടിന്യൂ അടിക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, റീസ്റ്റാർട്ട് ചെയ്യുന്നു, സെറ്റിങ്സ് ബാക്കപ്പ് എടുക്കുന്നു, റീലോഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രോസസ്സ് വരുന്നത്.
ഇവിടെ കണ്ടോ നമ്മൾ ഫയർവാളിൻ്റെ വേർഷൻ 7.0.12 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഷനോട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഫുള്ളി അപ് ടു ഡേറ്റ് ആയി. നമ്മുടെ ആൻറ്റിവൈറസും വെബ് ഫിൽറ്ററിങ് ലൈസൻസൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫയർവാൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഓക്കെ, താങ്ക് യു.